മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ സ്വർണ്ണാഭരണങ്ങൾ ബന്ധുക്കൾക്ക് ഇനിയും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആഭരണങ്ങൾ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ദുരന്തത്തിൻ്റെ ഇരകളായ ബന്ധുക്കൾ. ഉറ്റവരുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ വേണ്ടി ആഭരണങ്ങൾ വിട്ടു നൽകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ നടപടിയെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഈ ചെറുപ്പക്കാർ മുണ്ടക്കൈ നിവാസികളാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ. മീത്തൽ വീട്ടിൽ ഷാഫിക്ക് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് മാതാപിതാക്കളും സഹോദരിയും. ഇനി ഈ കുടുംബത്തിൽ ശേഷിക്കുന്നത് ഷാഫി മാത്രം. ഉറ്റവരുടെ ആഭരണങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഓഫീസുകൾ കയറിയിറങ്ങി. ആഭരണം വിട്ടുകിട്ടാൻ നടപടി എങ്ങുമെത്തുന്നില്ലെന്നാണ് പരാതി. ഇപ്പോൾ 2 മാസമാവാനായി, ഇപ്പോഴും ഒരു അപ്ഡേഷനും ഇല്ല. ഇതെന്താണ് തരാത്തെന്നുള്ള റീസൺ ഒരു പറയണില്ല. എനിക്കാണെങ്കിൽ ഞാൻ 3 പ്രാവശ്യമായി ഇപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. എൻ്റെ ജോബ് അവിടെ പോവുകയാണ്. പിന്നെ എനിക്കിതിനു വേണ്ടി മാത്രം തിരിച്ചു വരാൻ പറ്റില്ല. ഇത് വാങ്ങാൻ വേറൊരാളുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇവർ എന്താണ് ഇത് വേണ്ടതെന്ന് ഇവർ പറയണില്ല, എന്നാൽ തരുന്നില്ല. മുണ്ടക്കൈക്കാരനായ പുതുപറമ്പിൽ യൂനസിന്റെ കുടുംബത്തിൽ 7 പേരെയാണ് ദുരന്തം കവർന്നത്. ഭാര്യനൊക്കെ തിരിച്ചറിഞ്ഞത് നിലമ്പൂരിൽ നിന്നാണ്. അതിൻ്റെ ഓർണമെന്റ്സ് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടാണ് തിരിച്ചറിയുന്നത്. ഇതിൽ മോതിരമുണ്ട്, കമ്മലുണ്ട്, കൈച്ചേനുണ്ട്, മാലുണ്ട്. ഇതുപോലെ ഒരു സാധനങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ 7 മാസം കഴിഞ്ഞു, ഇതുവരെ കിട്ടിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമല്ല, ഒരുപാട് ഇതുപോലെ ആൾക്കാർക്ക് ഓർണമെന്റ്സ് കിട്ടാനുണ്ട്. ഉറ്റവരുടെ ആഭരണങ്ങൾ കേവലം സ്വർണം മാത്രമല്ല, ഓർമ്മകൾ കൂടിയാണ്. അത് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഈ ഓർണമെന്റ്സ് വെറും ഒരു സ്വർണ്ണമായിട്ടല്ല ഇവിടെയുള്ള ആൾക്കാർ കണക്കാക്കുന്നത്. കാരണം അവരെ അവസാന സമയങ്ങളിൽ ധരിച്ചിട്ടുള്ള ഈ ഓർണമെന്റ്സിന് അവരുടെ ജീവിക്കുന്ന ഒരു ഓർമ്മകളും കൂടിയാണ്. സർക്കാർ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. എന്തൊക്കെ നിയമപ്രശ്നങ്ങൾ പറഞ്ഞാലും ഈ കുടുംബങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കാൻ ഈ 7 മാസം അധികമാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ ആഭരണങ്ങളെല്ലാം നിലവിൽ RDO കോടതിയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അവകാശികളെ നിശ്ചയിക്കുന്നതിലെ സങ്കീർണതയാണ് ഇവ വിട്ടുനൽകാനുള്ള കാലതാമസത്തിന് കാരണമെന്ന് ഔദ്യോഗിക വിശദീകരണം. ദുരന്തം നടന്ന മാസങ്ങളായിട്ടും സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇത് നീട്ടരുതെന്ന് ഇരകൾ ആവശ്യപ്പെടുന്നു. 24 വയനാട്.